ഹലോ എവരിവൺ, നമുക്ക് വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. നോക്കിക്കേ, ഇതെന്താണെന്നറിയോ? ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻ എന്നുള്ള പേരിൽ ഇതിന്റെ ആഡാണ്. സൗഭാഗ്യ പറഞ്ഞ ഇഞ്ചക്ഷൻ ഇത് തന്നെയാണോ? യെസ്, ദിസ് ഇസ് മൊഞ്ചാറോ. ഇതെടുത്താൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയും. പക്ഷേ ബോഡി വെയിറ്റ് കുറയുമ്പോൾ അതിൽ ഫാറ്റ് ലോസ് ആവുന്നുണ്ട്, മസിൽ ലോസ് ആവുന്നുണ്ട്, നിങ്ങളുടെ പേശീബലം കുറയുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്. സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇതിനോടകം തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായ മാറ്റം നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 90 kgs ഉള്ള ഒരാൾ 68 kgsലോട്ട് ബോഡി വെയിറ്റ് കുറഞ്ഞു. പക്ഷേ സ്പോർട്സിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്ന ഒരാൾക്ക് മര്യാദയ്ക്ക് കുറച്ച് ദൂരം നടക്കാനുള്ള സ്ട്രെങ്ത് വരെ കുറഞ്ഞു ഇതെടുത്തതിന് ശേഷം. ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ മൊഞ്ചാറോ ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. 2.5 mg, 5 mg, 7.5 mg, 15 mg ഇങ്ങനെ പോകുന്നു ഇതിന്റെ ഡോസസ്. ഇതിൽ 7.5 mg തൊട്ട് പെൻ അവൈലബിൾ ആണ്. മന്ത്ലി കോസ്റ്റ് ഏകദേശം 20,000 റുപ്പീസ് വരും. അതായത് വീക്ക്ലി ഒരു 5,000 റുപ്പീസോളം ഇതിന് ചെലവ് വരും. നിലവിൽ എലി ലില്ലി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കമ്പനിക്ക് മാത്രമാണ് 2037 വരെയുള്ള FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതിന്റെ പേറ്റന്റ് ഉള്ളത്. ബട്ട് ഷുഗർ ഫിറ്റ് പോലെയുള്ള ബ്രാൻഡ്സ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് പോലെ സൈഡ് എഫക്റ്റ് പോലും നോക്കാതെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നിടത്താണ് ഇതിന്റെ അപകടമുള്ളത്. GLP മിമിക് ചെയ്യുന്ന ഇത്തരം കോമ്പോർട്ടഡ് വേർഷൻസ് ശരിക്കുള്ള മൊഞ്ചാറോയെക്കാട്ടിലും ഒത്തിരി. ഇത് വേദയുടെ ചാനലിലുള്ളതാണ്, വേദലക്ഷ്മിയുടെ ചാനലിൽ ഞാൻ കണ്ടതാണ്. എനിക്കിത് ഈ വെയിറ്റ് ലോസിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഞാനും ഒരു സമയത്തൊക്കെ ഈ വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് റിസർച്ചൊക്കെ നടത്തിയിട്ട് ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയും. നമ്മുടെ ഫാറ്റി പോർഷൻസ് ഒക്കെ അവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഫാറ്റ് കുത്തിയെടുക്കുന്ന അങ്ങനെ എന്തൊക്കെയോ സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. റീസെൻ്റ്ലി ഇപ്പം തന്നെ രണ്ട് പേർക്ക്, ഒരാൾക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയുടെ വിരലുകളെല്ലാം മുറിച്ച് കളഞ്ഞു. ഈ ഒരു വയറ് കുറയ്ക്കാൻ വേണ്ടി എന്തോ ഒരു ലിപ്പോസേഷൻ എന്തരാണെന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. പക്ഷെ അത് പേപ്പറിലൊക്കെ വന്നതാണ്, ന്യൂസിൽ അത്രയും ഇതായിട്ട് സിവിയറായിട്ട് വരുന്നത്. അന്നേ ഞാനിത് ശ്രദ്ധിച്ചിരുന്നു. വയറ് എന്ന് പറയുന്നത് നമ്മളിപ്പം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പണ്ട് കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം നമുക്ക് അറിയത്തില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ വയറ് കെട്ടിയൊക്കെ വെക്കും ഈ വയറൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രസവശേഷമുള്ള 40 ദിവസത്തെ ആ ട്രീറ്റ്മെൻറ്റിലാണ് ബോഡി നമ്മുടെ പഴയ സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഈ പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് ബോഡിയെ കെയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഫുഡിൻ്റെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പോകുള്ളൂ, അല്ലാത്തത് നമുക്ക് പറ്റത്തില്ല. കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിന്നുക, അതിനകത്ത് നമ്മളൊരു കൺട്രോൾ വയ്ക്കാതിരിക്കുക. പിന്നെ നമുക്കൊരു തോന്നലുണ്ട് വയറ്റിൽ കിടക്കുന്ന കൊച്ചാണ് ഇതൊക്കെ ആഗ്രഹിക്കണം, നമ്മളിതെല്ലാം കഴിച്ചാൽ ഇതെല്ലാം കൊച്ചാണ് തിന്നുന്നത്. കൊച്ചു പുറത്ത് വരുമ്പോൾ കൊച്ചിന് ആഗ്രഹങ്ങളൊക്കെ കൊച്ചു തിന്നോളും. മാക്സിമം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കഴിക്കുക, അതായത് അയൺ കണ്ടന്റ് അങ്ങനെയൊക്കെ നോക്കി കഴിക്കുക എന്നതിനപ്പുറം അതാണ് ഈ മുതിർന്നവർ വീട്ടിലുണ്ടാവണം എന്ന് പറയുന്നത്. അവർ പറഞ്ഞു തരും, സജസ്റ്റ് ചെയ്യും, ഇന്നത് കഴിക്കാവുള്ളൂ, ഇന്നത് കഴിക്കാൻ പാടില്ല. ഉരുക്കെണ്ണയൊക്കെ കൊടുക്കും ചിലർക്ക്. നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഇനിമ തരില്ലേ, അതിന് പകരം ഉരുക്കെണ്ണയൊക്കെയാണ് പണ്ട് കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നത് ഇനിമ കൊടുക്കും. അപ്പം മനസ്സിലായില്ലേ, വയറ് ക്ലീൻ ആവുക എന്നുള്ളതാണ്. ഡെലിവറിക്ക് സ്റ്റേജും പിന്നെ ഉണ്ടാകുന്ന ഒരു പെയിന്, മോശം പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രബിൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഈ പരമ്പരയായിട്ട് നമ്മളിങ്ങനെ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഈ വെയിറ്റ് ലൂസ് ചെയ്യാനെന്നുള്ളതിന് മാത്രമല്ല, സൗന്ദര്യവർദ്ധനത്തിന് പോലും നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. വേദലക്ഷ്മി കുറേ ദിവസമായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനവിടെ ഫോളോ ചെയ്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആരെയും ഭയക്കാതിരുന്ന കാര്യം പറയുന്നൊരു കുട്ടി. അപ്പോൾ അവരും ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. അവർ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വേദലക്ഷ്മി ലിപ്സ്റ്റിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം പോയി നോക്കിയത് എൻ്റെ ഷുഗറിനകത്ത് ഇതിനെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ഷുഗറിനകത്ത് അവർ പറഞ്ഞ ആ ഒരു കണ്ടൻറ്റ് ഇല്ല, അവർ പറയുന്ന ഒരു പ്രോബ്ലം ഉള്ളതല്ല. നമുക്കും അറിയത്തില്ലല്ലോ, എനിക്കും അറിയത്തില്ല, ഇതിൻ്റെ ഒരു കെമിക്കൽ വശം എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക് ഇഷ്ടമാണ്, ഐലൈനർ ഇഷ്ടമാണ്, മീൻസ് കൺമഷി ഇഷ്ടമാണ്. ബാക്കിയൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ സ്കിന്നിന് ഡിഫറെൻറ്റ് സ്കിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് ഓയിലി സ്കിന്നായിരിക്കും. ഓയിലി സ്കിന്നുള്ളൊരു 2-3 ടൈംസ് ഫേസ് വാഷ് ചെയ്യുക, എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ക്ലീനേഴ്സ് ഉപയോഗിച്ച് എപ്പോഴും മുഖം ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാൽ കുരുക്കൾ വരാതിരിക്കും. കുരുക്കൾ വന്നുള്ള പാട് മുഖക്കുരു വരും, പാട് വരും, അങ്ങനത്തെ കുറേ ട്രബിൾസ് വരും. എനിക്കൊരെണ്ണം വന്നിട്ട് ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരും. പിന്നെ നമ്മളിനി വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം
ഇപ്പോൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഞാൻ ഇത് കഴിച്ചു അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കുറയും. ഒരിക്കലുമില്ല. നമ്മളുടെ ബോഡിയുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് എടുക്കും, നമ്മളെ ഇൻടേക്ക് എന്താണോ അത് നമ്മുടെ ബോഡി എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണോ അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും അത് പ്രതിപ്രവർത്തനം നടക്കുക. അപ്പോൾ ഇവരൊക്കെ ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്നവർക്ക് അത്യാവശ്യം ചിക്കിലി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് നുണയും വിളിച്ച് പറയും. ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് ആയി കേട്ടോ, അത് എനിക്ക് അവിടുത്തെ ഇതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് പീപ്പിൾസ് ഇതിൻ്റെ പേരിൽ പോവുക തന്നെ ചെയ്യും. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുക, അവിടെ ചെന്ന് നിന്നിട്ട് ചുമ്മാ പറഞ്ഞാൽ ഞാൻ റെഗുലർ വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഇതാണ്, ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റും സൂപ്പറാണ്, ഇത് കേട്ടാൽ കണ്ണുടച്ച് അതിനകത്ത് കുത്തിക്കയറാൻ ആളുണ്ടാകും. നമ്മളും അങ്ങനെ പറയാറുണ്ടല്ലോ, ഈ ചില കടകളുടെ കാര്യമൊക്കെ നമ്മളും പറയാറുണ്ടല്ലോ. 100% സിൻസിയറിറ്റി കാണിക്കുന്ന വളരെ റെയറായ ആൾക്കാരാണ്. വളരെ കുറഞ്ഞ മനുഷ്യർ മാത്രമാണ് 100% സിൻസിയറായിട്ട് അതിനൊരു ഇത് കൊടുക്കുന്നത്. അല്ലാത്തവരൊക്കെ അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ച നുണയാണ് പ്രചരിപ്പിക്കുന്നത്. ആരും ഈ വലയിലൊന്നും പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തുക. നിയന്ത്രണം പൂർണ്ണമായിട്ട് ചെയ്യരുത്. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഷുഗർ കട്ട് മറ്റേ കട്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കാണിച്ച് അവസാനം 10 ദിവസം ആശുപത്രിയിൽ പോയി കിടന്നു. അപ്പോൾ അങ്ങനത്തെ കട്ടുകളൊന്നും കാണിക്കാതെ നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ സജസ്റ്റ് ചെയ്യും. അത് ആ പറഞ്ഞ ആൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, അത് പറയാനുള്ള ഇതുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക. അല്ലാതെ ഇതൊക്കെ കണ്ട് ഓരോന്ന് ചെയ്യരുത്. എന്തിന് വേറൊരെണ്ണം ഉണ്ട് കീറ്റോ ഡയറ്റ്, അത് കഴിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടപ്പോഴാണ് കീറ്റോ ഡയറ്റ് ഇത്രയും പ്രശ്നമാണെന്ന് മനസ്സിലായത്. എൻ്റെ മോൻ കുറച്ച് ഫാറ്റിയാണ്, അപ്പോൾ ഒരു ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് കുറേ ഫ്രീയാണ്, നിങ്ങളത് കഴിച്ച് നോക്ക്, എന്നിട്ട് മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തിയാൽ മതി. അതുകൊണ്ട് അത് തുടങ്ങിയപ്പോൾ തന്നെ മോൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒരു വേറൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അത് ഉപയോഗിക്കാമെന്ന്. നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് കിഡ്നി ഡാമേജ് ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. അത് തന്നതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു. അത്തരം പ്രൊമോഷൻസ് ഇവിടെ എടുക്കണില്ല എന്ന് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രൊമോഷൻസ് കണ്ടിട്ട് ആരും പോയി വീഴാതിരിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളുടെ ബോഡിയെ അങ്ങനത്തെ ഒരു സ്ട്രക്ചറൈസ് ചെയ്യുന്നത്. ഒരുപാട് നേരം നമ്മൾ ഇരിക്കുന്ന ജോബാണെങ്കിൽ നമ്മുടെ പിൻഭാഗം കുറച്ച് വണ്ണം വയ്ക്കാൻ സാധ്യതകളേറെയാണ്. അതേപോലെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത്, എനിക്ക് ഈ ബാക്ക് സൈഡിൽ എൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ ഒരു ഇതുപോലെ ഉണ്ട്. അതിൻ്റെ റീസൺ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ ഇതിൻ്റെ ഒരു ഈ ഹോൾഡറിനകത്ത് എപ്പോഴും പ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് അവിടെ ഒരു ചെറിയ ലൈൻ പോലെ വീണിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തർക്കും അവരവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് അത്തരത്തിലെ ഒരു മാറ്റം വരുന്നത്. നമ്മളൊന്നും കൊച്ചിലേക്ക് നമ്മളിരുന്നത് ഓർത്ത് നോക്കിയാണ്. ഞാനൊക്കെ എത്ര സ്ലിം ആയിരുന്നു എന്നറിയാമോ? പക്ഷേ ഞാൻ വറീഡല്ല, വണ്ണം കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഒരു വറി എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പല രീതിയിൽ പറഞ്ഞാലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് വേണ്ടത്. ഓവർ വെയിറ്റ് ആകാതെ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ വണ്ണം വരുമ്പോൾ തന്നെ നമ്മൾ സ്വീറ്റ്സ് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ചായക്കകത്തുള്ള ഇതല്ല കേട്ടോ പറഞ്ഞത്, ചായ അവോയ്ഡ് ചെയ്താലും മതിയെന്ന് പറയും. വൈറ്റ് കളറെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയും. അതാണ് ഈ ഷുഗർ കട്ടിൻ്റെ ഒരു ഇത്, ഉപ്പ് ഇത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ബോഡി അതിന് പ്രാപ്തരാണോ എന്നും കൂടെ നോക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. സോ ഇതൊക്കെ ശരിക്കും ഒരു ഡയറ്റീഷ്യനെ കണ്ടു വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ഈ ആയുർവേദത്തിനകത്ത് ഈ കുറച്ചുകൂടെയൊക്കെ ഇത് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ എല്ലാം വ്യാജ ഡോക്ടേഴ്സാണ്, അതുകൊണ്ട് വിശ്വസിക്കാനൊക്കത്തില്ല. വണ്ണം കുറഞ്ഞ് ശുഞ്ചരിയായി കിണുക്ക് മണിക്ക് നടക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇത്തിരി വണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ ആരും പിടിച്ച് മിഴുങ്ങാൻ പോകുന്നില്ല. വണ്ണമുള്ളവർക്കും വണ്ണം കൂടിയവർക്കും കുറഞ്ഞവർക്കും ഒക്കെ ഉള്ള സൈസിലുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ തച്ചിടണം. അല്ലാണ്ട് അവൻ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ കുറച്ചിട്ട് തന്നെ വേറെ കാര്യം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. നമ്മളുടെ ബോഡി സ്ട്രക്ചറോ അല്ലെങ്കിൽ ആ ഫിഗറൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരാളെ ആഗ്രഹിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പൊതുസമൂഹത്തിന് പൊതുവേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കിഡ്സിന് പ്രത്യേകിച്ചുണ്ട്. മൈ ബോഡി മൈ റൂള് മൈ തേങ്ങ എന്ന് പറയും. നമ്മളുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ എങ്ങനെയായാലും ചൂസ് ചെയ്യണം. നമ്മുടെ ക്യാരക്ടറിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഇന്നൊരു വിഷയം വന്നാൽ നമ്മളിതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് അവർ നോക്കി മനസ്സിലാക്കി ഷീസ് ഓക്കെ, മാനേജബിൾ ആണ്, നാളെ എൻ്റെ ലൈഫിലൊരു പ്രോബ്ലം വന്നാൽ അവളതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് ചിന്തിച്ച് നമുക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ദ പെർഫെക്റ്റ് വൺ. നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേസ്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവിൽ ഈ വണ്ണം കുറച്ച് ബോഡി ഒരു സ്ട്രക്ചറൊക്കെ ആക്കാൻ ശ്രമിക്കുന്നവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം ഒന്നല്ലേ ഉള്ളൂ, അട്രാക്റ്റ്, അവനെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത്.
എനിക്കതിൻ്റെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാകാത്തത് കൊണ്ടാണ് എനിക്കതിനോട് വിരുദ്ധതയും വെറുപ്പും വിയോജിപ്പും ഉള്ളത്. ഇപ്പോൾ ഈ വേദ പറയുന്നത്, വേദയുടെ ചാനലിൽ പോയി കണ്ടാൽ മതി, കൃത്യമായിട്ട് അവൾ ഡീറ്റെയിൽ ഡോക്യുമെൻ്റ് വെച്ച് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയെ പുള്ളിക്കാരത്തി കാണിച്ചിട്ടുണ്ട്. അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് തോന്നും പിന്നെ നമ്മളിതൊക്കെ പറയും എന്നുള്ളത് കൊണ്ട് നമ്മളോട് ശത്രുതയും വരും. കാരണം ഇത്തരത്തിൽ പ്രൊമോഷൻ നടത്തി ജീവിക്കുന്ന കുറേ വാഴകളുണ്ട്. ഈ പ്രൊമോഷൻസിൽ കൂടെ വരുന്ന അന്നം കൊണ്ട് നക്കുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വിഷയം പറഞ്ഞ് അതിൽ കൂടെ ഒരു റവന്യൂ വരുന്നത് പോലെയല്ല മറ്റൊരാൾക്കൊരു വിഷം പകർന്നു കൊടുത്ത് അയാളുടെ ജീവിതം റൂയിൻ ചെയ്തിട്ട് അതിൽ കൂടെ ഒരു വരുമാനത്തിൽ ജീവിക്കുന്നത്. സോ വളരെ ക്ലിയറാണ്, ക്ലിയറാണ് ആ ഒരു വിഷയത്തിൽ. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പറയുന്നവർ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സ്ത്രീയെ പിടിച്ചിരുന്നല്ലോ, ഇപ്പോൾ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്ത് കൊല്ലത്തുനിന്ന് വന്നിട്ട് ചെയ്ത ഒരു മെയിൻ യൂട്യൂബർ ഉണ്ടല്ലോ, അവർ ചെയ്തത് എന്താണ്? അവർക്ക് അവരുടെ ബോഡിക്ക്, അതായത് അവരുടെ ഫേസിലുള്ള പ്രോബ്ലംസ് ഡാമേജ് ആയതിന് അവർ ക്ലിയർ ചെയ്യാൻ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് അവർ ബാക്കിയുള്ള ആൾക്കാരെ മന്ദബുദ്ധിയാക്കാൻ വേണ്ടി ക്രീം പ്രൊമോട്ട് ചെയ്യാണ്. അതിൽ പരം ഒരു ചതി വേറെയുണ്ടോ? ഇവരെ കാണുന്ന എത്രയോ പേര് ഇത് ഫോളോ ചെയ്യും. ഒന്നാമത് ഈ ക്രീം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പെൺകുട്ടികൾ, അതായത് ചെറുപ്പക്കാർ കുട്ടികളാണ് ഇത് മെയിനായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്. എനിക്കറിയത്തില്ല ഇത്രയും ഓവർ കോൺഷ്യസ് ആവേണ്ട കാര്യങ്ങൾ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പ്രായം എത്തുമ്പോൾ, ഇപ്പോൾ ഒരു 10-18 വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കരിയറിനാണ്. നമ്മുടെ കരിയർ സക്സസ് ആയി കഴിഞ്ഞാൽ ലൈഫിൽ എവറിത്തിങ് സക്സസ് ആകും. നമുക്ക് നല്ല പ്രൊപ്പോസൽ വരുന്നതായിരുന്നാലും ശരി തന്നെ, നമുക്ക് നല്ല ജോബ് വരുന്നത് ശരി തന്നെ, എല്ലാം കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആകുന്നത് നമ്മുടെ കരിയറിനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കാണ്. കരിയർ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ബ്യൂട്ടി പ്രോഡക്റ്റുകളിലേക്ക് പോകുന്ന പുതിയ തലമുറയോട് എന്ത് പറഞ്ഞ് എങ്ങനെ തിരുത്തും എന്നുള്ളത് അറിയത്തില്ല. ഇപ്പം പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും മുഖത്ത് കുറേ മഞ്ഞ കാണും. പക്ഷെ അതിനകത്ത് മറ്റൊരു റെമഡി ഉണ്ട്. നമ്മൾ ഈ മുഖത്തൊക്കെ ഓവറായിട്ട് വരുന്ന രോമം, കൈകാലുകളിൽ വരുന്ന രോമം നശിപ്പിച്ച് കളയാൻ മഞ്ഞപ്പൊടിക്ക് സാധിക്കും. ഉരുളക്കിഴങ്ങ് നല്ലൊരു ബ്ലീച്ചാണ്. ആ മുഖത്ത് ഉരച്ചാൽ മാത്രമേ നല്ല ബ്ലീച്ചാണ്. ലിപ്സ്റ്റിക്കിന് പകരം നമ്മൾ ആ ബീട്രൂട്ട് വെച്ചിട്ടുള്ള പരിപാടി, അങ്ങനെ ഓരോ പ്രകൃതി തന്നെ നമുക്ക് അനുഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കെമിക്കൽ വേർഷനും ഇല്ലാതെ തന്നെ നമ്മളുടെ ബ്യൂട്ടിയെ നന്നായി ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കോൺഷ്യസ് ആണ്. എൻ്റെ ബോഡി ഇങ്ങനെ സ്ട്രെച്ച്ഫുള്ളായിട്ടിരിക്കണം, അതിങ്ങനെ കുറേ പേര് അട്രാക്റ്റ് ചെയ്യണം. അതാണ് ആ ചിന്താധാരയ്ക്കാണ് മരുന്ന് വയ്ക്കേണ്ടത്. നമ്മൾ എന്ന് പറയുന്നത് അത് ഈ കൂത്തച്ചികളുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. അവർക്ക് കൂത്താണ് അവരുടെ അന്നം. അങ്ങനെയുള്ള കൂത്തച്ചികൾ അതൊക്കെ ചെയ്തുകൊണ്ട് കിടക്കട്ടെ. കാരണം ആളുകളുടെ മുന്നിൽ അവരൊരു പ്രദർശന വസ്തുവാണ്. അവരുടെ ബോഡി അവരൊരു മെറ്റീരിയലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ബോഡി സ്ട്രക്ചർ കാണിച്ചാലാണ് അവർ അന്നം കഴിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. അവരെ നമ്മൾ കാണുന്നത് പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പീസായിട്ടായിരിക്കണം. ദേ ആർ ജസ്റ്റ് ഓൺലി എൻ്റർടൈൻമെൻറ്റ് പീസ്. നമുക്ക് കുറച്ച് നേരം സമയം പോകാൻ, പൊഴുതു പോകാൻ, അത്രയേ ഉള്ളൂ. ഇത് ആണുങ്ങളുടെ സെക്ഷൻ ആണെങ്കിൽ അവർക്കറിയാതെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന്. സോ അങ്ങനെയുള്ളവരെ നമ്മൾ റോൾ മോഡലാക്കാനും അവർ സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ചൂസ് ചെയ്യാനും നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് നമ്മളോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ബോഡിയോട് നമ്മൾ കാണിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ആ പറഞ്ഞ കാര്യം. ഞാൻ പുറത്താണ്, വേറെ ഒരു കാര്യത്തിനായിട്ട് വന്നതാണ്. സോ അതിനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിഷയം ഞാൻ ഇന്നലെ എടുത്തു വെച്ചാണെങ്കിൽ സമയക്കുറവുകൊണ്ട് ഇടാൻ താമസിച്ചു പോയതാണ്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഞാൻ പറഞ്ഞില്ലേ, കുറേയധികം പ്രൊമോഷൻ ഇടുന്ന കുറേ അലവലാതി പെണ്ണുങ്ങളുണ്ട്. ആക്ച്വലി എനിക്ക് ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് റോങ് ആണെന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരത്തിന് ഇവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് മനഃപൂർവ്വമായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇവർ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഹലോ ഗൈസ്, അത് വേറൊരു സാധനം. എന്തൊക്കെയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ആഴ്ചയ്ക്ക് ഓരോരോ ക്രീം. അത് തന്നെ ഏറ്റവും വലിയൊരു കളവാണ്. അവർ ഉപയോഗിക്കുന്നില്ല എന്നും അവരുപയോഗിക്കുന്ന സാധനം പ്രോപ്പറല്ല എന്നുള്ളതിൽ തെളിവാണ് ആഴ്ചയ്ക്ക് അവർ ക്രീം മാറ്റുന്നത്. അവർക്ക് പ്രൊമോഷനാണ്. ആ പ്രൊമോഷനിലൂടെയാണ് വീട് വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് പലരും. ഫിൽറ്റർ ഇടാതെ ആദ്യം എടുക്കും, ഫിൽറ്റർ ഇട്ടിട്ടെടുക്കും. സോ മൊബൈലിൽ തന്നെ ടെക്നോളജി അത്രത്തോളം അഡ്വാൻറ്റേജ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറ്റിക്കപ്പെടാതിരിക്കുക, വഞ്ചിതരാകാതിരിക്കുക. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറയുക.
നമ്മൾ മറ്റുള്ളവരുമായി സഹകരിക്കുന്നതും ഇടപഴകുന്നതും അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കരിയർ ഡെവലപ്പ് ചെയ്യുക. കരിയർ സക്സസ് ആയാൽ വേറെ യാതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴാണ് അടിമത്തം അനുഭവിക്കുന്നത്? നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ മറ്റൊരാളുടെ അണ്ടറിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതിന് മെയിനായിട്ട് പറയുന്നത്, പലർക്കും ഇത് മനസ്സിലാകത്തില്ല. 10-17 വയസ്സൊക്കെ ഉള്ളപ്പോൾ പ്രേമം തുടങ്ങും. 18-19 ആകുമ്പോൾ ഒന്ന് കെട്ടി അതിൻ്റെ കൂടെ ഒരു 3 കുട്ടികളെ അങ്ങാക്കും. ചറവറ. എൻ്റെ വീട്ടിലൊരു കുട്ടി സെർവൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 23 വയസ്സേ ഉള്ളൂ. ഓൺലൈൻ അവൾ ഡിഗ്രി ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോഴാണ് അവൾക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. 2 കുട്ടികളുണ്ട്. 23 വയസ്സിൽ അവൾക്ക് 2 കുഞ്ഞുങ്ങളായി. കരിയർ ചിന്തിച്ചിട്ട് പോലും പ്രേമം മൂത്തതാണ്. കൂടുതൽ സിനിമകൾ ഇതിനെ റിലേറ്റ് ചെയ്ത് വരണം. ഈ നമ്മൾ കരിയറിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യണമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കൂടുതൽ സിനിമകൾ വന്നാൽ മാത്രമേ ഇതൊരു മാറ്റം ഉണ്ടാവൂ. കാരണം ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് സിനിമയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സോ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിനെ പറ്റി ഉള്ളത് കമൻറ്റിൽ പറയുക. ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കൂത്തച്ചികളുടെ ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. ദയവ് ചെയ്ത് അവർക്ക് കൂത്താണ് ഇത്. അങ്ങനെ കൂത്തടിച്ച് നടക്കുന്ന അവർക്ക് അവരുടെ ബോഡി അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കാം. നിങ്ങൾ അതിലേക്ക് പോയി വീഴാതിരിക്കുക. നമുക്കാരെയും കൂത്ത് കാണിക്കാനല്ലല്ലോ. ലൈഫിൽ നമ്മൾ സ്ലിം ആവാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കംഫർട്ടായിട്ട് ഡ്രസ്സ് കിട്ടുക, നമ്മുടെ സൈസിന് ഡ്രസ്സ് കിട്ടുക, നമുക്കതുപോലെ നടക്കാൻ പറ്റുക. അപ്പോൾ വണ്ണമുള്ളവർ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾക്ക് ചെയ്യാതെ ഷേപ്പപ്പ് ചെയ്യാനൊന്നും നിങ്ങൾ പോകാതിരിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നത്, വി ആർ നോട്ട് മെറ്റീരിയൽസ്. നമ്മളൊരു വ്യക്തിയാണ് എന്നുള്ള ബോധ്യം ആദ്യം വരേണ്ടത് നമുക്കാണ്. അങ്ങനെ കുറേ പ്രൊഫഷൻസും കൊണ്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. സോ അവർക്കൊക്കെ കൊടുക്കേണ്ട മറുപടി പൊതുസമൂഹത്തിൽ നമ്മളെപ്പോലുള്ളവർ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. നന്ദി.